പ്രിയ ദൈവത്തിന്റെ ജനമേ, പഴയ നിയമ ഇസ്രായേൽ സഭയെ അത്ഭുതകരമായി സ്വർഗത്തിലെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ പ്രവർത്തിച്ച പ്രവർത്തികളാണ് നാം കേട്ടത്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദൈവം ഇപ്പോഴും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ അത്ഭുതം ചെയ്യാത്ത ഞാൻ ഇതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് പറയരുത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് ജിജി പാസ്റ്റർ വാക്യം ഒന്ന് വായിക്കാമോ? വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരും. ഒന്ന് വായിച്ചേ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. ചിലർ വിശ്വസിച്ചില്ല എന്ന് കരുതി അവരുടെ അവിശ്വാസം നിമിത്തം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരിക്കലും ഇല്ല. ഞാൻ ദൈവം ഇല്ലെന്ന് പറയുന്നത് കൊണ്ട് ദൈവം ഇല്ലാതാകുമോ? ഒരാൾ ദൈവം ഇല്ലെന്ന് പറയുമ്പോഴാണ് ദൈവം ഉണ്ടെന്ന് കുറേയും കൂടെ തെളിയപ്പെടുന്നത്. കാരണം 500 രൂപയുടെ ഒരു കള്ളനോട്ട് ഉണ്ടെങ്കിലാണ് ഒറിജിനൽ പുറകിൽ ഉണ്ടെന്നുള്ളത് സത്യമാകുന്നത്. പ്രൈസ് ഗോഡ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു ഒറിജിനൽ ഉണ്ടായിരിക്കും. ഒരു ഒറിജിനൽ ഉണ്ടെങ്കിലേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. ദൈവം ഉണ്ടായതുകൊണ്ടാണ് ചിലരൊക്കെ ദൈവം ഇല്ലെന്ന് പറയുന്നത്. ദൈവം ഇല്ല എന്ന് PhD കാരൻ പറഞ്ഞാലും ഡോക്ടർ പറഞ്ഞാലും ഇനി എത്ര വലിയ പുള്ളി പറഞ്ഞാലും ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്ന, അവൻ വഷളനായി നടന്ന് മ്ലേച്ഛനായി നടന്ന് നീതികേട് പ്രവർത്തിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം ഇല്ല എന്ന് ഒരാൾ പറയുന്നത് തന്നെ അവൻ വഷളനായി നടന്ന് എല്ലാ മ്ലേച്ഛതകളും ചെയ്യാനാ. ഇപ്പൊ ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണ്ടേ? അപ്പം മര്യാദയ്ക്ക് ജീവിക്കാതിരിക്കാൻ, കള്ളു കുടിക്കാൻ, പാപം ചെയ്യാൻ, ഇഷ്ടമുള്ള വഴി നടക്കാൻ, ഒറ്റ കാര്യം പറഞ്ഞാൽ ഇതൊക്കെ തട്ടിപ്പാ, ചുമ്മാതാ, ദൈവമൊന്നും ഇല്ല എന്ന് പറഞ്ഞങ്ങ് പോയ കള്ളൊക്കെ കുടിച്ച് ഇഷ്ടമുള്ള പോലെ നടക്കാമല്ലോ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ, അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ ആ വചനപ്രകാരം ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ വഷളനായി നടന്ന് നീതികേട് പ്രവർത്തിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. നീതികേട് പ്രവർത്തിക്കണമെങ്കിൽ, വഷളത്തരം കാണിക്കണമെങ്കിൽ ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാടെ, ദൈവമൊന്നും ഇല്ലെന്നും പറഞ്ഞ് ജീവിക്കണം. അത് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ അവിശ്വസിക്കുമ്പോഴും ദൈവം സർവശക്തനാണ്. നിങ്ങൾ അവനോട് അടുക്കാതെ അകലം പാലിച്ച് നിൽക്കുമ്പോഴും അവൻ നിങ്ങളെ കാത്തിരിക്കുന്നവനാണ്. ഈ നല്ല കർത്താവിന് ഒന്ന് കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ ഇതുവരെ പറഞ്ഞത് പഴയ നിയമ ഇസ്രായേൽ ജനത്തെയും മോശയും ഒക്കെ ദൈവം അത്ഭുതകരമായി, ചിന്തകൾക്ക് അതീതമായ അത്ഭുതകരമായ നിലയിൽ നടത്തിയ പശ്ചാത്തലമാണ്. എന്നാൽ രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5, 6, 7 വാക്യമൊക്കെ വായിക്കുമ്പോൾ എലീശായുടെ കാലത്ത്, 1 രാജാക്കന്മാരിൽ 17 മുതൽ ഏലിയാവിന്റെ കാലത്ത് ദൈവം പ്രവർത്തിച്ചത് കാണാൻ പ്രിയരെ. ഈ എലീശായുടെ കാലത്ത് ഒരു മനുഷ്യൻ ഒരു മരം മുറിക്കുന്ന സമയത്ത് അവന്റെ ഇരുമ്പ് കോടാലി ഊരി വെള്ളത്തിൽ വീണു. ഒരു ജോർദാൻ പോലൊരു നദിയിൽ വലിയൊരു ഇരുമ്പ് കോടാലിയുടെ വായത്തല വെള്ളത്തിൽ പോയാൽ എന്നാ സംഭവിക്കും? അത് താണു പോകും. അപ്പോൾ ഈ മനുഷ്യൻ ഓടി എലീശയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, യജമാനനെ, അയ്യോ കഷ്ടം, എൻ്റെ ഒരു കോടാലി വായ്പ വാങ്ങിയതായിരുന്നു. അവൻ നിലവിളിച്ചു. 6-ാമത്തെ വാക്യത്തിൽ എലീശ അവനോട് പറയുകയാണ്, അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവന് കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. ഇതിനൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഈ വിമർശകരും ഈ ട്രോളർമാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എലീശയൊക്കെ ആയിരുന്നേനെ ഫേസ്ബുക്ക് നിറച്ചു. കാരണം ഇതൊക്കെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരെ? ഇരുമ്പ് കോടാലി, ഇരുമ്പാണ്, അയൺ, ജോർദാൻ പോലെ വലിയൊരു നദിയിൽ വീണു. ഇരുമ്പ് വെള്ളത്തിൽ വീണ അതങ്ങ് താഴെ പോവും, ഉറപ്പായിട്ടും പോവും. ആ ഇരുമ്പ് കോടാലി പൊക്കിയെടുക്കാൻ ഒരു മരക്കമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയുകയാണ്. ആ മരക്കമ്പ് വെട്ടി വെള്ളത്തിലെറിയുമ്പം ഒരു കമ്പ് വെള്ളത്തിലെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പ് വെള്ളത്തിലെറിഞ്ഞാൽ അത് മേളിൽ പൊങ്ങിക്കിടക്കും, അല്ലേ? ഒരു തടിയോ കമ്പോ വെള്ളത്തിൽ വീണ അത് വെള്ളത്തിന്റെ മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിന്റെ മേളിൽ പൊങ്ങിക്കിടക്കും. ഇരുമ്പ് വീണ താന്നു പോകും. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. കമ്പ് വെട്ടി വെള്ളത്തിലെറിഞ്ഞു, എൻ്റെ ചിന്തയിൽ കമ്പ് താന്നു പോയി, ഇരുമ്പ് പൊങ്ങി വന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു പുസ്തകമാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നേ. ഒന്നെങ്കിൽ
നിങ്ങളുടെ പേര് മാറ്റുക, ക്രിസ്ത്യാനി എന്നുള്ള പേരങ്ങ് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം മാറ്റുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാറിയേ പറ്റുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഐ എം എ ക്രിസ്ത്യൻ എന്ന് വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ വഴിയിൽ ജീവിക്കുന്ന, ഈ വേദപുസ്തകം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. കാതറിൻ കുൾമാൻ എന്ന കർത്താവിൻ്റെ ദാസി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ജീസസ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നോ അതർ റീസൺ. There is only one Jesus. There is only one reason. That reason is Jesus. There is only one reason, my brothers and sisters. That reason is Jesus Christ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നമുക്കും വിശ്വസിക്കാം പ്രിയരെ. എലീശയുടെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ആ കോടാലി തിരികെ ലഭിക്കാൻ അവിടെ നിന്നൊരു വൃക്ഷത്തിന്റെ കമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയുമ്പോൾ ആ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരിച്ചു തരാൻ ഈ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. ഞാൻ ഇവിടെ എല്ലാം കാണുന്നൊരു കാര്യമുണ്ട്. റിജോയ് സാർ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ ഒരു ദൈവാത്മാവ് എനിക്ക് തരുന്ന ആ ഒരു ഫ്ലോയിൽ ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ. എവിടെല്ലാം ബൈബിളിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സൊല്യൂഷൻസ് ഇല്ലാതെ ദൈവം ഒരിക്കലും പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ പ്രോബ്ലംസ് അനുവദിച്ചിട്ടില്ലെന്നുള്ളതാണ്. എല്ലായിടത്തും കർത്താവ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം ഒരിക്കലും സിംഹത്തിൻ്റെ കുഴിയിൽ വീഴ്ത്താതെ അത്ഭുതങ്ങളെ ചെയ്യുന്നവനല്ല. സിംഹത്തിൻ്റെ കുഴിയുടെ നടുവിൽ സിംഹത്തിൻ്റെ വായ അടച്ച് പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ഒരിക്കലും ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെടാതെ മോറിയായിൽ എത്താതെ അതിനു മുമ്പ് താഴ്വരയിൽ വെച്ച് വീട്ടിൽ നിന്ന് വിറക് കെട്ടുമായിട്ട് ഇറങ്ങുമ്പോഴേ ഇടപെടുന്ന ദൈവമല്ല. അതിൻ്റെ മുകളിൽ വെച്ച് ദൈവം ഇടപെട്ടവനായ ദൈവമാണ്. ഞാൻ എല്ലാ മിറക്കിളുകളും അങ്ങനെയാണ് കാണുന്നത്. ചെങ്കടലിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് 10 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ദൈവം ചെങ്കടൽ വിഭാഗിച്ചിട്ട്, നമ്മൾ പറയത്തില്ലേ, ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടേക്കണേ, ഫുഡൊക്കെ ഒരുക്കി വെച്ചേക്കണേ, ഞങ്ങൾ അങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ എല്ലാം ഒരുക്കി വിരിച്ചിട്ടിരിക്കുന്ന പോലെ ചെയ്യുന്നവനല്ല ദൈവം. അവർ വന്ന് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ദൈവം അത്ഭുതത്തെ ചെയ്തു. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ വീണപ്പോൾ സിംഹത്തിന്റെ വാ ദൈവം അടച്ചു. നേരത്തെ സിംഹത്തെ അങ്ങ് ഉറങ്ങിപ്പോയി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയാട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. സിംഹത്തിന്റെ കുഴിയിൽ വീണു. അങ്ങനെ ഒരു സാഹചര്യം ദൈവം ഉണ്ടാക്കി. പക്ഷെ അതിന്റെ മധ്യേങ്കിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നാം അത് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് പ്രിയപ്പെട്ടവർ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ, ഒരു പ്രതികൂലം ഉണ്ടോ, ഒരു വെല്ലുവിളി ഉണ്ടോ, അതിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? എന്താ കർത്താവേ ഈ പ്രതികൂലം വരുത്താതെ, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തെ അനുവദിക്കാതെ, ഇത് വരാതെ നേരത്തെ നിനക്കങ്ങ് ഇത് തടഞ്ഞുകൂടായിരുന്നോ? ഒരിക്കലും തടയില്ല. ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം തെളിയിക്കും ദൈവം സർവശക്തനാണെന്ന്. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം തെളിയിക്കും നിന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്. ആ പ്രതികൂലത്തിന്റെ മധ്യേ ദൈവം പ്രൂവ് ചെയ്യും ഈ ദൈവം അത്യത്ഭുതകരമായ പ്രകൃതിയാതീതമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണെന്ന്. എവിടെ ഒരു പ്രോബ്ലം, ഏതെല്ലാം മേഖലകളിൽ ഒരു പ്രശ്നമുണ്ടോ അവിടെ ഒരു സൊല്യൂഷൻ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്കറിയാം, ഈ ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യനെ ഫെലിസ്ത്യർ പിടിച്ചു കെട്ടി. ഫെലിസ്ത്യർ തന്നെ പിടിച്ചു കെട്ടിയ സമയത്ത് ആ ശിംശോന്റെ മുൻപിൽ അവർ യുദ്ധത്തിനായി വരുമ്പോൾ ഒരു കഴുതയുടെ പച്ച താടിയല് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. വാസ്തവത്തിൽ ആ കഴുതയുടെ പച്ച താടിയൽ എടുത്താണ് ശിംശോൻ ഇവരെ മുഴുവൻ തകർത്തത്. ഇവരെ തകർക്കാനുള്ളതായ അവര് പുതിയ കയറുകൊണ്ട് കെട്ടിയപ്പോൾ, ശിംശോനെ പുതിയ കയറുകൊണ്ട് പിടിച്ചു കെട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരൊരു ഫ്രഷ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പുതുതായിട്ടുള്ള ഒരു കയറുകൊണ്ട് അവനെ കെട്ടി. മറുഭാഗത്ത് പഴക്കമില്ലാത്ത ഒരു കഴുതയുടെ പച്ചത്താടിയല്, 2-3 ദിവസത്തിന് മുൻപുള്ള ഒരു പച്ചത്താടിയല് ദൈവം അവിടെ സെറ്റ് ചെയ്തിട്ടിരുന്നു അവരെ തകർത്ത് കളയാൻ. മാറായുടെ മുൻപിലെത്തി. മാറയെ മധുരമാക്കാൻ ദൈവം അവിടെ ഒരു വൃക്ഷത്തെ വളർത്തിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനൊരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എലീശയുടെ കാലഘട്ടത്തിൽ അവൻ്റെ കോടാലി വെള്ളത്തിൽ പോയപ്പോൾ അത് പൊക്കിയെടുക്കാൻ അതേ യോർദാന്റെ കരയിൽ ഒരു മരം നിപ്പുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോഴാണ് ഈ കോടാലി പൊങ്ങി വന്നത്. എവിടെ ഞാനൊരു പ്രോബ്ലത്തെ കാണുന്നോ അതിൻ്റെ കരയ്ക്ക് ദൈവം ഒരു സൊല്യൂഷനും വെച്ചിട്ടുണ്ട്. സൊല്യൂഷനാണ്. സത്യം പറയാം, മാറ മധുരമായ പശ്ചാത്തലം നമ്മൾ വായിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഈ മാറ മധുരമായത് എങ്ങനെയാ?
ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി മോശ വെള്ളത്തിൽ ഇട്ടപ്പോഴല്ലേ അത് മധുരമായത്. പെട്ടെന്നൊരു വൃക്ഷം ഉണ്ടാകില്ല, അറിയാവോ? പെട്ടെന്നൊന്നും ഒരു വൃക്ഷം ഉണ്ടാകില്ല. വർഷങ്ങളെടുക്കും ഒരു മരുഭൂമിയിലൊക്കെ ഒരു ചെടി വൃക്ഷമായി തീരാൻ. അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ വരുമെന്നും ഈ ജനം ഇവിടെ എത്തുമെന്നും, മരുഭൂമിയിൽ അങ്ങനെ വൃക്ഷങ്ങളും ഇല്ല, അത് മനസ്സിലാക്കണം. മരുഭൂമിയിൽ വൃക്ഷങ്ങൾ കാണാൻ പോലും കിട്ടുകയില്ല. പക്ഷെ അവിടെ ഒരു വൃക്ഷത്തെ, ഒരു സൊല്യൂഷൻ ദൈവം വർഷങ്ങൾക്ക് മുൻപേ വളർത്തിക്കൊണ്ട് വന്നു. വെളിപ്പെടുവാൻ പോകുന്ന ഒരു പ്രശ്നത്തെ മുൻപിൽ കണ്ട ദൈവം അവിടെ ഒരു സൊല്യൂഷൻ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിലിടാൻ കഴിഞ്ഞത്. വേദപണ്ഡിതാക്കൾ പറയുന്നതും നിഴലായി നിൽക്കുന്ന സത്യങ്ങളിലും ആ വൃക്ഷക്കൊമ്പ് ക്രിസ്തുവായിരുന്നു എന്ന് പ്രസംഗിക്കപ്പെടുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അതെ, ഏത് മനുഷ്യന്റെയും ജീവിതത്തിന്റെ മാറയെ, കയ്പിനെ മധുരമാക്കുവാൻ മരക്കുരിശിൽ എൻ്റെ കർത്താവ് യാഗമായി, ആ വൃക്ഷക്കൊമ്പിൽ എൻ്റെ കർത്താവ് യാഗമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ഒരു പ്രോബ്ലം ഉണ്ടോ അവിടെ ദൈവം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. അവിടെ ദൈവം പച്ചവെള്ളത്തിൽ, കിണറ്റിൽ കിടന്ന അതേ വീടിന്റെ മുൻപിലുള്ള കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു. ജനം വിശക്കുന്നു, അവർ പട്ടിണിയായിരിക്കുന്നു, വനത്തിലിരിക്കുന്നു. അവിടെ ദൈവം ആ കാട്ടിനകത്ത്, ആ കൂട്ടായ്മയിൽ, ആ യോഗത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ദൈവം വെച്ചിരുന്നു. എവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ അവിടെ ദൈവം ഒരു സൊല്യൂഷനും അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മുഖത്താണ് നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ, നിങ്ങളുടെ തൊട്ടരികിൽ, നിങ്ങളുടെ തൊട്ടടുത്ത്, കൈയെത്തുന്ന ദൂരത്ത് നിന്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരം ദൈവം വെച്ചിട്ടുണ്ട്. ഈ സാംസനെ കുറിച്ച്, ശിംശോനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്, എനിക്ക് ആ ഭാഗത്തിൽ നിന്ന് ആരോടോ കർത്താവിനൊരു സന്ദേശം ഇന്ന് അറിയിക്കാനുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? അവർ അവനോട്, ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെ ആയി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അവൻ ഒരു കഴുതയുടെ പച്ചത്താടി എല്ല് കണ്ടു, കൈ നീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ഇപ്പൊ ഒരു പ്രോബ്ലം ഒരിടത്തുണ്ടെങ്കിൽ അവിടെ തന്നെ ദൈവം സൊല്യൂഷനും വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവനൊരു കഴുതയുടെ പച്ചത്താടിയെല്ല് കണ്ടു, കൈ നീട്ടി എടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കൈദൂരത്തിൽ, നിങ്ങളുടെ ശ്വാസത്തിനരികിൽ നിങ്ങളുടെ വിടുതലിൻ്റെ, നിങ്ങളുടെ നന്മയുടെ കാര്യങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു കൈ ദൂരത്ത് ഇവരെ തകർക്കുവാനുള്ള ആയുധം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അവനത് കൈ നീട്ടി എടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.